കറിവേപ്പിലൊക്കെ ഇത് ഈ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് തഴച്ചു വളരാനും നന്നായിട്ട് ഇലകൾ പൊട്ടി മുളയ്ക്കുന്നതിനും ചെയ്യുന്ന ഒരു ടിപ്പുണ്ട്. എന്താണെന്നല്ലേ, വാ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ വീട്ടിലെ കറിവേപ്പ്. അപ്പോൾ ഈ ഒരു കറിവേപ്പ് ഏകദേശം 15 ദിവസം മുമ്പ് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അതായത് വലിയ മരമായിരുന്നു. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് ഈ കാണുന്ന രീതിയിൽ മണ്ണ് കൂട്ടിയിട്ട് നല്ല കൂടം പോലെ ആക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ വെള്ളം ഇങ്ങനെ നനച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ മണ്ണ് കൂട്ടുന്നതിനോടൊപ്പം നമ്മൾ ചെറിയൊരു രീതിയിൽ വളം ചെയ്തു. എന്താണെന്നല്ലേ, നമ്മുടെയൊക്കെ സാധാരണ വീടുകളിൽ ഈ മീനൊക്കെ വാങ്ങും അല്ലേ, അപ്പോൾ അതിൻ്റെ തലയും അതുപോലെ അതിൻ്റെ വേസ്റ്റ് ഭാഗങ്ങളിലെ അത് ഇതേപോലൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഈ കുഴിയിലേക്ക് ഇതിട്ടതിന് ശേഷം നമ്മൾ വീട്ടിലുള്ള ചാരവും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഈ ഉള്ളിത്തോല് അല്ലെങ്കിൽ നമ്മുടെ പഴത്തിൻ്റെയൊക്കെ തോല്, അതുപോലെ നിങ്ങൾക്ക് പച്ചക്കറികളുടെ വേസ്റ്റുകൾ അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഈ കുഴി മൂടണം. അങ്ങനെ ഒരു 15 ദിവസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലോ ഇങ്ങനെ ഈ ഒരു വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ കറിവേപ്പ് നല്ല ഉഷാറായിട്ട് നമുക്ക് നല്ല രീതിയിൽ നന്നായിട്ട് തഴച്ച് വളരുന്നതായിട്ടും ധാരാളമായിട്ട് ഇലകൾ പൊട്ടി കൂമ്പുകൾ വളരുന്നതായിട്ടും കാണാൻ സാധിക്കും. ഒപ്പം ഒരു കാര്യം കൂടി ചെയ്യണം, 1-2 ദിവസം കൂടുമ്പം ഇതിൻ്റെ ചുവട് നന്നായിട്ട് നനച്ചു കൊടുക്കണം. നമ്മൾ വേനൽക്കാലത്താണ് ഇങ്ങനെ ഡ്രിം ചെയ്ത് വെട്ടി കൊടുക്കുന്നതെങ്കിൽ ചുവട് നനച്ച് നല്ലൊരു തണുപ്പുള്ള അന്തരീക്ഷം എല്ലായ്പ്പോഴും സൃഷ്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, ഇതിൽ കൂടുതൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് എഴുതി അറിയിക്കുക. ഒപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മടി കാണിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.